മോനും അണ്ണോൺവാഴയും എല്ലാരും ഉണ്ട്. മോനിന്റെ കൂടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. കൂടെ പഠിക്കുന്നതാണല്ലേ. അപ്പൊ അവരും ഞങ്ങളെല്ലാരും ഇറങ്ങാറായി. നമ്മുടെ അബീത് ബ്രോ ഇവിടെ ഉണ്ട്. അൽഖലാഗാരൻ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിഷ്ണു പോർക്കുളം. അപ്പോൾ ഞങ്ങൾ മൂന്നാർ വട്ടോടെ പോയ കുറച്ച് രസകരമായ കാര്യങ്ങളാണ് ഈ വീഡിയോക്കകത്ത് പങ്കുവെക്കുന്നത്. അതുമാത്രമല്ല അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അജീഷനുണ്ട്, മൈ ഡ്രീം വേൾഡിൽ അജീഷനുണ്ട്, നമ്മുടെ അണ്ണോൺവാഴയുണ്ട് കേട്ടോ, ഗോകുൽ. അതുമാത്രമല്ല എൻ്റെ കസിൻ ശ്രീരാജ്, പിന്നെ എൻ്റെ അനിയൻ ഹരി, അതിനോടൊപ്പം തന്നെ നമ്മുടെ കാർത്തിക് ഇവിടെ ഉണ്ട്. നമുക്ക് ഇനി അവിടെ കാണാം. ഞങ്ങളൊരു ഏകദേശം 4-5:30 ആയപ്പോഴത്തേക്ക് മൂന്നാർ എത്തി. ഇവിടെ ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇവിടെ കുറച്ച് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി ടോയ്ലറ്റ് തപ്പി കിടന്നു. അണ്ണോൺവാഴ ഒരു അത്യാവശ്യ കർമ്മത്തിന് പോയതാ, എന്തോ ആയെന്ന് ചോദിക്കാം. അവിടെ മൊത്തം അഴുക്കാണ്. ഇല്ല ഗൈസ്, കൊള്ളില്ല, പമ്പ് കൊള്ളില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആവുന്ന ഫസ്റ്റ് ഹാഫ് പക്ഷെ പോകാൻ പറ്റിയില്ല, ടിക്കറ്റ് കിട്ടിയില്ല. വെള്ളം കുപ്പി വെള്ളം വേറെ എവിടെ പോകാൻ പറ്റും? നിങ്ങളെ ടോയ്ലറ്റിലെ പ്രണയിച്ച ചങ്കിനെ ഇവിടെ മെൻഷൻ ചെയ്യും. രാവിലെ കഞ്ചാവ് അടിച്ചിരിക്കുന്ന എല്ലാവരോട് അജീഷന് ഭയങ്കര കേട്ടോ. അങ്ങനെ ഞങ്ങള് മൂന്നാറിന്ന് വട്ടവടയിലോട്ട് പോവുകയാണ്. അവിടെ 12 മണിക്കാ അവര് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്നാ ശരിയാവത്തില്ല, ഞങ്ങൾക്ക് ഇല്ല മോനെ. ഇത്ര നേരം എനിക്ക് മാത്രമാണ്, ഇപ്പൊ എല്ലാത്തിനും വിട്ടു തുടങ്ങി. അവര് ബ്രാക്ക് അവരാക്ക്. അങ്ങനെ മൂന്നാർ ടൗൺ നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോയിട്ടാണ് നമുക്ക് ലെഫ്റ്റ് പോകേണ്ടത്. നേർച്ചയുടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് വലത്തോട്ട്. ആ അത് തന്നെ, വണ്ടി ഡോമിനാറൊക്കെ കണ്ടാ ഗൈസ്, എന്തൊരു ഭംഗിയാണ് മൂന്നാർ കാണാനെന്ന്. സത്യം പറഞ്ഞ എടാ ഇങ്ങോട്ടല്ല നമ്മുടെ വഴി മറന്നതല്ലേ? ഇങ്ങോട്ടല്ലേ തിരിച്ചു? സോറി ഗൈസ്, ഈ വഴി തെറ്റി. വണ്ടി വലത്തോട്ട് തിരിച്ചോ. വന്നെടുത്ത് തിരിച്ചു വന്നു കേട്ടോ. സോറി ഗൈസ്, എന്റെ മിസ്റ്റേക്ക്. ഞാൻ ഉദ്ദേശിച്ച സ്ഥലമല്ല. വലത്തോട്ട് ഉണ്ടോ? വട്ടവട നേരിട്ടുണ്ട് 45 കിലോമീറ്റേഴ്സ്. ഇത് ഫോട്ടോ പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ മൂന്നാർ പോകുമ്പോൾ ഒരു മെയിൻ ഫോട്ടോ പോയിന്റ് ആണ്. ഇപ്പൊ അങ്ങോട്ടേലും ആൾക്കാരെ കാണാം. കുറച്ചുകൂടെ 4 ഒരു 8-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ആൾക്കാരായിരിക്കും. ഇപ്പം തന്നെ ആൾക്കാരെ കാണാം നിങ്ങൾക്ക് ഇവിടെ. ഇത്രയും ഈ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് റിപ്പിൾസിന്റെ ടീ പ്ലാന്റേഷൻ ആണ്. അതിനോടൊപ്പം തന്നെ ഇത് എക്കോ പോയിന്റ് പോകുന്ന വഴിയാ. ഓക്കെ അജീഷണ്ണ, ഒന്നിനെ നമുക്ക് മൈ ഡ്രീം വേൾഡിലേക്ക് കൊണ്ടുപോയാലോ? ഇത് ടെറോ ബ്രീഡ്. അജീഷണ്ണ എന്തൊക്കെയാ പോയേ? എനിക്ക് ലോബിയുണ്ട്. നിങ്ങൾക്കൊരു ഇത് കാണാം. ഓ അജീഷണ്ണൻ കാറും വണ്ടിയൊക്കെ വരുന്നതാണ്, നോക്കണേ. നമ്മള് എക്കോ പോയിന്റിലോട്ട് പോകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു സ്കൂൾ കാണാം കേട്ടാ. സ്കൂൾ അടിപൊളി എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ വ്യൂ രക്ഷയില്ല. കാർമലഗിരി സ്കൂള്. അപ്പൊ അങ്ങനെ ഡ്രൈവർ മാറി കാർത്തിക് വന്നു. നല്ല വെയിലും അടിക്കുന്നുണ്ട് കേട്ടാ, തണുപ്പും വെയിലും എല്ലാം കൂടെ. ഈ പോകുന്ന വഴിക്കാണ്ടത് അതൊക്കെ ഇഷ്ടംപോലെ തടികള്. ഇതാണ് ഉയരം കൂടുമ്പോ സ്വാദ് കൂടുന്നത്. അത് തടിയല്ലോടാ, ഈ മരങ്ങളോ? തടികള്. നമ്മൾ കണ്ട ഇതിന്റെ ഓപ്പോസിറ്റ് ടീ ഫാക്ടറി ഉണ്ട് കേട്ടോ. ഈ മൂന്നാർ പോകുന്ന വഴിക്ക് ആൾക്കാർക്ക് ടീ അങ്ങനെയുള്ള സാധനം കാണാനും അതിനോടൊപ്പം തന്നെ പ്ലാന്റേഷൻ വിസിറ്റ് ചെയ്യാനുള്ള ഫാക്ടറി വിസിറ്റ് ഉള്ള സ്ഥലമാണത്. അങ്ങോട്ടല്ല ഇങ്ങോട്ടടാ വഴി. എടാ ഇവ എവിടെ പോകുന്നു ഗൈസ്? ഞങ്ങളെ ഇവ കുഴിയിലോട്ട് ചാടിക്കാൻ കൊണ്ടുപോകുന്നു. എടാ ഇത് വേറെ വഴിയാടാ, KCB സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാടാ. വണ്ടി വളയ്ക്കാൻ പോലും പറ്റത്തില്ലടാ. ദൈവമേ, വീട്ട് വളക്കി. ഫാക്ടറി ഇതാണ്ടേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിലയില്
വില കുറവിലൊന്നുമല്ല, നല്ല ആവശ്യത്തിന് വിലയൊക്കെ ഉണ്ട് കേട്ടാ. കൂടുതൽ കൊടുത്ത് സാധനം മേടിക്കാൻ പറ്റും. കൂടുതലും നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ കൂടെ ചെല്ലുന്നത്, പക്ഷെ കൂടുതൽ ചെല്ലുന്നത് മലയാളികൾ ചായ കുടിച്ചാൽ ഇറങ്ങും. പക്ഷെ ബോധമുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പോയി 250 രൂപയ്ക്ക് 2 കിലോ മേടിച്ചോണ്ടു ഇവിടെ വന്ന് ആടാ ഇത് കൊള്ളാം അങ്ങോട്ടേ സ്ഥലം. അങ്ങനെ നമ്മള് മാട്ടുപ്പെട്ടി ഡാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇവിടെ കുറെ വിസിറ്റേഴ്സിനെ കാണാൻ കേട്ടെ. നമ്മളിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് എല്ലാരും ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോണ്ട്. സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ എക്കോ പോയിന്റിൽ അവിടെ എത്തിയിട്ടുണ്ട്. എക്കോ പോയിന്റിൽ അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മളാണ്ട ഈ വെള്ളത്തിന്റെ മണ്ടേ കൂടെ നല്ല രീതിയിൽ മഞ്ഞ് നിൽക്കുന്നുണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഈ സൈഡ് എക്കോ പോയിന്റ് ആ കുറച്ച് അപ്പുറത്തായിട്ട് വരും. അപ്പം ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഓക്കെ, നമ്മളിപ്പോ എക്കോ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഓരോരുത്തരും കൂവി നോക്കുക കേട്ടോ. അത് അജീഷണ്ണൻ. ഓക്കെ, ഇനി അടുത്ത് ഗോകുൽ. അത് കൊള്ളാം. അടുത്ത് അതുകൊണ്ട് പോയാലോ പോയി നിർത്തി. സൗണ്ട് ഇല്ല അതുകൊണ്ടാ. ഓക്കെ, നമ്മള് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ മാഗിയും ഓംലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. ഇനി വട്ടവിടെ വരെ എന്തെങ്കിലും ഉണ്ടോ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എല്ലാവർക്കും വിശപ്പായി തുടങ്ങി. അജീഷണ്ണൊക്കെ ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ട് ഗ്യാസ് ഒക്കെ കയറും കേട്ടോ. ഇല്ല അജീഷണ്ണ, ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ട് വിശപ്പ് രാവിലെ വിശപ്പൊക്കെ വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ കാണാം. കിടന്ന് അടി കൂടുന്നല്ലാണ് അവിടെ. വേറെ ഒന്നുമല്ല, അണ്ണോന്മാരുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയെന്ന് പറഞ്ഞ്. തണുക്കുന്നോണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ബ്രെഡ് ഓംലെറ്റ് ബ്രെഡ് ഓംലെറ്റ് ചൂടുവെള്ളം ഉപയോഗിച്ചില്ലത് ഇതുപോലെ വരും കണ്ടോ. മാഗി കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടാം. ഞാൻ കൊറേ കൊണ്ട് നോക്കും ഇത് ഇപ്പോഴാണ് നടക്കും. കൊള്ളാം, കഴിക്കുന്നതിന് വായിലോട്ട് എത്തിയില്ല. ജ്യൂസിന് 8.5 ഔട്ട് ഓഫ് 10. ഇവിടെ KSRTC പോകുന്നു. ചേട്ടൻ്റെ അടുത്ത് ഫുഡ് ഉണ്ടാക്കുന്ന കാണാൻ വേണ്ടി വന്നു കേട്ടോ. ഇവിടെ ബ്രെഡ് ഓംപ്ലേറ്റാണ് നടക്കുന്നത്. ഈ ആംബിയൻസ് ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ചേട്ടൻ്റെ സ്ഥലം എവിടാ? തമിഴ്നാട് മില്ലപ്പെട്ടി. പിന്നെ കേരള ആണോ? ഓക്കെ. ഇവിടെ എത്ര കിലോമീറ്റർ? അത്രേ ഉള്ളില്ലേ? ഞങ്ങളുടെ മാഗി ഇതോ അപ്പർ സൈഡിൽ. ഇവിടെ ബ്രെഡ് ഓംപ്ലേറ്റ്, ഇവിടെ ചായയുടെ സെക്ഷൻ. ചേട്ടൻ്റെ കൂടെ ഒരാളോട് ഉള്ള ഇന്ന് വന്നില്ല, അതുകൊണ്ട് ഇന്ന് ഐറ്റംസ് കുറവാല്ലേ. 2 ഓംപ്ലേറ്റ് ബ്രെഡ് ഓംപ്ലേറ്റ് അവൻ കഴിച്ചതിന് ശേഷം മാഗി വന്നു. ആ അങ്ങനെ കാർത്തിക്കിന്റെ ബ്രെഡ് ഓംപ്ലേറ്റ് ഇതെന്തോടാ സാധനം? ആ, കാർത്തിക്കിന്റെ മാഗി വന്നു. എങ്ങനുണ്ട്? ഒരു പിടിക്ക് മാഗിക്ക് എല്ലായിടത്തും ഒരേ ടേസ്റ്റ് ആണല്ലേ? അല്ല, ഇവിടുത്തെ അതിന്റെ കൈപ്പുണ്യം കൊണ്ട് പ്രത്യേക ടേസ്റ്റ്. മാഗി വന്നു കാർത്തികിന്റെ. അങ്ങനെ എല്ലാവരുടെയും മാഗി വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പ് ഒന്നുമില്ല. ഈ അവസ്ഥാനം എന്തിനാ എനിക്ക് അറിഞ്ഞൂടാത്ത. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ മൂന്നാറിന് വട്ടോടക്ക് ഇടയ്ക്ക് പോകുന്നതിനിടയ്ക്ക് പെട്രോൾ പമ്പൊന്നുമില്ല. നേരത്തെ എല്ലാവരും പെട്രോൾ അടിച്ചോണം. ഓക്കെ, വണ്ടി പാർക്ക് ചെയ്തിട്ട് ടോപ്പ് വ്യൂയിലോട്ട് പോവുക. വട്ടവടയിൽ നിന്ന് വട്ടവടയിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ടോപ്പ് വ്യൂ കേട്ടോ.
ഞങ്ങൾ കുറച്ച് നടന്ന് ഇവിടെയൊക്കെ വണ്ടി ബ്ലോക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങ് പാർക്ക് ചെയ്തത്. ഇതാണ് ഹിൽ വ്യൂ. നമ്മൾ ഈ കണ്ട മുകളിലൊക്കെ നിൽക്കാവുന്ന നല്ല വ്യൂ പോയിന്റ് ആണ്. നല്ല 20 രൂപയാണ് റേറ്റ് വരുന്നത്. അതാണ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മേളിൽ എത്തിയപ്പോഴാണ് നമ്മൾ കാര്യം അറിഞ്ഞത്. ജസ്റ്റ് ഇവിടുന്ന് പോലെ അവിടം വരെ കയറുന്നതിന് പൈസ കൊടുക്കണം. അപ്പം ഞങ്ങൾ ഈ കണ്ടുകൊണ്ട് വന്ന സ്ഥലം തന്നെ നമ്മളിവിടെ കണ്ടിട്ടുള്ളതായിട്ടും പിന്നെ ഇവിടുത്തെ ടോപ്പ് വ്യൂ കാണാതെ വന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഇത് കണക്കാണ്. നമുക്ക് നടക്കണം. വൈനും കേക്കും ഒക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എന്തുവാ കണ്ണാടിക്ക് അതിന് മോശം ശ്രമമാണ് ആർക്കട്ടെ. നിന്നെ ഒരു വട്ടം ബുക്ക് ചെയ്താ എന്തുവാ മറ്റേ ഗ്ലാസ് എടുത്തെന്ന് പറഞ്ഞ്. പിന്നെ അയച്ചണ്ണ ഇവിടെ എന്തോ ഇത് വഴി നേരം എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് കാണാൻ പറ്റുന്ന വഴികളിൽ കൂടി വരുന്ന സമയത്ത് കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ തന്നെ കുറെ ചോക്ലേറ്റ്സ്, വൈൻ, പിന്നെ തേയില, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ടോപ്പ് വ്യൂയിലോട്ട് വരുമ്പോഴത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും അവിടെ നിന്ന് ഇവിടം വരെ കുറേ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. നമ്മൾ ഈ മൂന്നാറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ഏരിയയിലാണ് ഇത്രയും കട കണ്ടിരിക്കുന്നത്. വേറെ എവിടെ ഞാൻ ഇത്രയും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ടോപ്പ് വ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാശ് കൊണ്ടുവന്നോണം. റേഞ്ചിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും പറിക്കാൻ സാധ്യതയില്ല. ഓക്കെ, വരുന്ന മാക്സിമം സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ജീപ്പിനകത്ത് പോകാൻ പറ്റുന്നുണ്ടാ. ഈ ചേട്ടൻ്റെ ജീപ്പിനകത്താണ് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയിരിക്കുകയാണ്. ഓഫ് റോഡ് കയറൊക്കെ ഗിയറൊക്കെ വലിച്ചു കയറിയിട്ട് ഹൈ റേഞ്ച് പോകുന്നത്. ഈ വഴി ഞങ്ങൾ കാർ എടുത്തോണ്ടിരാൻ വേണ്ടി പോയതാ. അതാണ്ട് ഈ വഴി കൂടെ ഇവിടെ എത്തി. കൊറേ കാടിനടുക്ക്, കാട് മുഴുവൻ ഫോറസ്റ്റാ. നമ്മളുടെ ഇന്നത്തെ സ്റ്റേ നമ്മുടെ അൽക്കലാകാരൻ്റെ ഒരു പ്രോപ്പർട്ടിയിലാണ്. അവൻ ഏറ്റെടുത്ത് നടന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ടെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ഉറക്കത്തിലും കാര്യങ്ങളൊക്കെ ആയി വന്നിട്ട് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടേ, ഇവിടെ നല്ല ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അത് നമ്മുടെ വൈൻസ് ഓഫ് മോനും അതിൻ്റെ ടീം മേളിലുണ്ട് കേട്ടോ. അവര് എന്തൊക്കെയോ പറയുന്നു, എനിക്കറിയത്തില്ല എന്തുവാ. തണുപ്പ് അങ്ങനെ ഉണ്ടെന്നാ? നല്ല തണുപ്പുണ്ട് കേട്ടോ. ആവശ്യമുണ്ട്. നാടൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു സെക്ടറിൽ കൊണ്ട് വന്നോളുക. എൻ്റെ അവസ്ഥ ഇതായിരുന്നു, ഞാനൊന്നും കൊണ്ടുവന്നില്ല. പിന്നെ നല്ല നല്ല ടെന്റ് ഉണ്ട്, അതിനകത്തൊന്നും വലിയ തണുപ്പും കാര്യങ്ങളൊന്നും അടിക്കത്തില്ല. നമ്മൾ അബീദ് ബ്രോ വന്നേക്കുവാണ്. ഫുഡ് വന്നേ ഫുഡ്. അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷം പറയാം. രാവിലത്തെ കോടൽമഞ്ഞ് കണ്ടു. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം. ആ ടെൻറ്റും കാര്യങ്ങളെല്ലാം ഇതൊക്കെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പ് രാവിലെ. ഇവിടെയും കുറച്ച് ടെൻറ്റുകളൊക്കെ ഉണ്ട്. രാവിലെ എണീറ്റിട്ട് എല്ലാം എന്താണ്ട് തീയുടെ കീഴ്ത്ത ജീഷൻ എന്താണ്ടേ, കാർത്തികയാണ്ടേ, ഹരി താണ്ടേ, ശ്രീരാജ് ആണ്ടേ. ഓ, ജീഷനെ പോയിട്ട് വിളിക്കുന്നത്. ഹായ്.
കാലൊക്കെ ചൂടാക്കുന്നു. രാവിലെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ഇതിൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ടേ നല്ല രീതിയിൽ പുക വരുന്നുണ്ട്. പുകയല്ല, ഇതെന്തോടാ പറയുന്നത്, ഈ വായിന്ന് വരുന്നതോ? മിസ്റ്റ്. നിങ്ങൾക്ക് ഞാനൊരു വ്യൂ കാണിച്ചു തരാമേ. ാണ് നമ്മളെ ടെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. നമുക്ക് ഇതിലേക്കൂടെ കണ്ടോ, ഇതിലേക്കൂടെ ഒരു വാട്ടർ സപ്ലൈ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ഈ വട്ടവടയിലെ ആൾക്കാർക്കെല്ലാം വെള്ളം എത്തിച്ചേരുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ ആൾക്കാരെല്ലാം യൂസ് ചെയ്യുന്നത് ഈ വെള്ളമാണ്. കുടിക്കാനും ബാക്കിയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഈ ഒരു വെള്ളമാണ്. അവിടെ തൊട്ടടുത്താണ് ഈ വെള്ളച്ചാട്ടം, കാണാൻ നല്ല ഭംഗിയാണ്. ജീപ്പ് സഫാരിയുടെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മളിനി ജീപ്പ് സഫാരിക്ക് പോവുകയാണ്. ഓക്കെ, അണ്ട് ഈ സ്ഥലത്തിട്ടാണ് ഈ വണ്ടി വളച്ചത്. അണ്ട നല്ല രസമാണ്. അങ്ങോട്ട് വരുന്ന നല്ല ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെടുക്കാൻ പറ്റിയില്ല എന്നല്ല, കാരണം അത്രയ്ക്ക് ഓഫ് റോഡിങ് ആയിരുന്നു. ഇതിലത്തെ ഒരു വ്യൂ കണ്ടോ, ഇത് കാണാൻ തന്നെ വേണം ഒരു ഭാഗ്യം അല്ലേ ശ്രീരാജേ? മനോഹരമായ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന്റെ ആ കാണുന്ന മലനിരകളിലോട്ടാണ് നമ്മളിപ്പോൾ ട്രക്കിങ്ങിനായി പോകുന്നത്. ജീപ്പ് സഫാരി. അതന്നെ, ജീപ്പ് സഫാരി. സോറി, ട്രക്കിംഗ് നടക്കുന്ന കാര്യം വെച്ച് ആരും വരത്തില്ല. അത് അങ്ങനെ ചെയ്യണം. അപ്പോൾ ആ കാണുന്ന ആ കോട ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്, കണ്ടോ? താഴത്തെ വീടൊക്കെ നേരത്തെ നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വരണം കേട്ടോ. മിക്ക ആൾക്കാർക്ക് ഇങ്ങനെ നടക്കുന്ന കാര്യം വെച്ചിട്ടാണ് മിക്ക സ്ഥലങ്ങളിലും പോകാത്തത്. പക്ഷേ ജീപ്പ് സഫാരി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടം അതാണ്. നമ്മുടെ ടെൻറ്റും കാര്യങ്ങളും താണ്ടേ. ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അയ്യോ, ഇതാ വഴി. അതിനോടൊപ്പം തന്നെ അപ്പുറത്ത് നല്ല ഫീൽഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുണ്ടോ ഈ ഒരു സംഭവം കണ്ടോ? ഈ രണ്ട് നമ്മുടെ വണ്ടിയുടെ വീൽ ഇറങ്ങിയെന്നാണ്ട് ഈ ഒരു ഏരിയയിൽ കൂടെ അജീഷണ്ണൻ എല്ലാവരും ശ്രീരാജും എല്ലാവരും ഉണ്ട്. വഴി നോക്കേ. ഞങ്ങള് ഇവിടെ ടൗണിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. കൊല്ലം വണ്ടി നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ വണ്ടി കാണും. പിന്നെന്താ വേണം, അതാണ് കൊല്ലം വണ്ടി. നമ്മളെ കൊല്ലംകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിഭ്രാന്തന്മാരാണ്. അതുകൊണ്ട് തന്നെ പറയണ്ട, എവിടെ ചെന്നാലും നമ്മുടെ കൊല്ലം വണ്ടി ഹീറോസ് ആയിട്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ നായാട്ട് ഫിലിം ഷൂട്ട് ചെയ്താണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതോ ഈ മലയുടെ ആ സൈഡിലായിട്ടാണ് നായാട്ടിൻ്റെ ഫിലിമിൻ്റെ അവസാനം അവരൊന്ന് ഒളിച്ചിരിക്കത്തില്ലേ, ആ ഒരു പ്ലേസ് ഉണ്ട് അവിടെയാണ്. പക്ഷെ ഇപ്പം കാണാൻ പറ്റത്തില്ല, നല്ല മഞ്ഞുണ്ട്. നേരത്തെ ഞങ്ങൾ കണ്ടായിരുന്നു, ബട്ട് ഞങ്ങളൊന്ന് വന്നതേ ഉള്ളായിരുന്നു. പെട്ടെന്ന് മഞ്ഞ് കയറി, ഫോഗ് കയറിയിട്ടുണ്ട് പെട്ടെന്ന്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ വേണ്ടി എത്തിയേക്കുന്നത്. ഇവിടെ വേറെ വണ്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ആ ഏരിയയിലാണ് ഇവിടെ ട്രൈബൽ വില്ലേജ് ആണ്. അവിടെ ആ കണ്ടതാണ് ട്രൈബൽ വില്ലേജ്. നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. എന്താ പേര്? കളസപ്പെട്ടി ട്രൈബൽ വില്ലേജ്. വളസപ്പെട്ടിക്കുടി കേട്ടോ, ട്രൈബൽ വില്ലേജ്. അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മൾ ട്രൈബൽസിൻ്റെ കൃഷിപ്പുരയിടങ്ങളാണ്. അവർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ആ ട്രൈബൽസിൻ്റെ ഹോമാണ് ആ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ ട്രൈബൽസ് ആണ് ഈ ഏരിയ ഫുള്ള്. ചെറിയ കുന്നു വരെ ഉള്ളു കേരളം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് തമിഴ്നാടാണ്. ഓക്കെ, നമ്മൾ വന്ന വഴി തണ്ടേ ഇനി അങ്ങോട്ടാണ് പോകേണ്ടുന്നത്. നമ്മുടെ കുറച്ച് ജീപ്പും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ഏതോ വെള്ളച്ചാട്ടം കാണാനോ എന്തോ കാണാൻ വേണ്ടിയിട്ട് താഴോട്ട് പോകുന്നു. വഴി എഴുതിയിട്ടുണ്ട് കേട്ടോ, ചിലന്തിയാർ വാട്ടർഫോൾസ്, അത് തന്നെ. ഓക്കെ, ചെറിയ ചെറിയ വഴികളാണ്. വണ്ടി പോകാൻ തോന്നുന്നു, ബട്ട് നമ്മൾ നടന്നു പോകാൻ പറ്റിയ വഴികളാണ്. അതാണ്ട് ഇങ്ങനെ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കയറി മേലോട്ട് പോകാനുള്ള ഇതുണ്ട്. പക്ഷെ അവിടെ കയറുമ്പം ശ്രദ്ധിക്കണം. ഞാൻ കാണിച്ചു തരാൻ തിരിച്ചു പോകുമ്പോൾ ആ വഴി അവിടെ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി അപകടം പറ്റാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പം ശ്രദ്ധിച്ച് വേണം നടക്കാൻ.
സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. മൊബൈലിൽ കൂടി ഈ ഒരു ക്വാളിറ്റിയിലാണ് കിട്ടുന്നെങ്കിലും പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. കാടിനകത്തൂടെ പോവാം. ഞങ്ങൾ നടന്ന് നമ്മുടെ ഗുഹയെടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് ഈ ഗുഹ. അപ്പം അത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ. ഫുള്ള് വ്ളോഗർമാരാ കേട്ടോ. 1, 2, 3, 4 വ്ളോഗർമാരുണ്ട്. അന്നോൺ വഴിയും അജീഷണ്ണും കാർത്തിക്കും അങ്ങനെ വ്ളോഗറാണ് ഇവിടെ. വെള്ള നനവ് കണ്ടോ. അല്ല പൊത്തിനിടയിൽ കുടുങ്ങി അണ്ണോന്മാരാ. എനിക്ക് കണ്ണന്റെ ഫ്രണ്ട് കിട്ടി അല്ലേ. അയ്യോ കരിയുണ്ടെ കയറാൻ പറ്റുന്നില്ലേ. എടാ എത്തിയോ? ഇത്ര കുറ്റപ്പെടുന്ന എല്ലാവരും വീഡിയോ എടുത്തിട്ട് വരാൻ സമയം എടുത്തു. ഞാൻ അതിനനുസരിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഇതേ കൂടെ കയറിയിട്ടാണ്ട് ഈ ഗുഹയുടെ ഈ സൈഡിൽ കൂടെയാണ് കയറി വന്നത്. അത് കഴിഞ്ഞിട്ട് ദാണ്ട ഞാൻ മണ്ടലോട്ട് പോയേക്കുന്നു. നേരത്തെ പറഞ്ഞാണ്ട് ഈ ഒരു ക്രോസ് ചെയ്യുന്ന ഏരിയയെ പറ്റിയാണ് ഇവിടെ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ വെള്ളം പോകുന്നുണ്ടോ, ആ കമ്പനിനകത്തൂടെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ക്രോസ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പാറകളിൽ കൂടെ അതിസാഹസ്യമായി വരേണ്ടെന്ന് വരും. മറ്റേതാണ് കുറച്ചുകൂടെ സേഫ്. ഇവിടെ ഒരു രുദ്രാക്ഷത്തിൻ്റെ മരം ഉണ്ടെന്ന് പറയുന്നത് കേട്ട്. അപ്പം അത് കാണാനും കൂടെ വേണ്ടിയിട്ടാണ് താഴോട്ട് പോകുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ രുദ്രാക്ഷ മരത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു രുദ്രാക്ഷം കിട്ടി. ഇത് 3 മുഖമുള്ള രുദ്രാക്ഷമാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ എന്തോ കടിച്ചേക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക രുദ്രാക്ഷം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഉണ്ട് കടയിലൊക്കെ കാണും. നമ്മൾ വാട്ടർഫാളിൽ എത്തിയിരിക്കുക. ഇതാണ് മെയിൻ വാട്ടർഫാൾ. ഡാമിലോട്ടോ വെള്ളം അമരാവതി ഡാമിലോട്ടാണ് ഈ വെള്ളം പോകുന്നത്. അതെ. താഴ്ന്ന് ഞങ്ങൾ തിരിച്ച് കയറി വന്ന് നമ്മൾ ജീപ്പിൻ്റെ അടുത്തോട്ട് പോവാം. അടുത്ത സ്ഥലത്തോട്ട് പോകണം കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. കയറി വന്ന് ക്ഷീണിച്ച്. മലയാളികളെക്കാളും കൂടുതലും വരുന്നത് നോർത്ത് ഇന്ത്യൻസാണ്. നീ തോന്നുന്നു നമ്മൾ കേരളം കണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് കേരളം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. വേറെ വണ്ടികളും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു പോവല്ല, അടുത്ത സ്ഥലത്തോട്ട് പോവാം. അടുത്തൊരു വ്യൂ പോയിന്റിലെത്തി. സാമ്യാർലക്കുടി ദോണ്ടേ. അങ്ങനെ നൈസ് ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. എന്താ കളത്തോട്ടം വ്യൂ പോയിന്റ്. ഒരു ഫോഴ്സിൻ്റെ ഗൂർക്ക വന്നിരിക്കുന്നു. നമ്മുടെ വണ്ടി താണ്ടെ നമ്മുടെ ചേട്ടൻ, ഈ ചേട്ടൻ്റെ വണ്ടിയിലാണ് വന്നേക്കുന്നത്. ഞങ്ങൾ താമസിച്ചതുകൊണ്ട് അവിടെ ഒരു ഫാം ലാൻഡിലോട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ക്യാബേജിൻ്റെയും അതിൻ്റെ കൃഷി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അത് പോയി കാണാം. അപ്പം നമുക്ക് ക്യാബേജ് കാണാം. താണ്ടേ ഇവിടെ എല്ലാം ക്യാബേജ്, അപ്പുറത്ത് ക്യാരറ്റും ഉണ്ട്. താണ്ടേ 12 എണ്ണം 50 രൂപ ഒപ്പിച്ചിക്കൊണ്ടിരിക്കുക ക്യാരറ്റ്. ക്യാരറ്റ് പിടിച്ചോണ്ടിരിക്കുന്ന റാബിറ്റിനെ എന്താ നീ എടുക്കാത്ത? ക്യാരറ്റ് ഞാൻ അടുത്തൊരു ലൊക്കാലിറ്റിയിലെത്തി. ഇവിടാണ് വയമ്പ് നിൽക്കുന്നത്. വയമ്പ് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങാടി കൊടുക്കുന്ന സാധനമാണ് വയമ്പെന്ന് പറയും. തേനും വയമ്പെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ സാധനമാണ്. കറക്റ്റ് നമ്മുടെ അങ്ങാടിക്കടയിൽ കിട്ടുന്ന അതേ ആ ഒരു
മണമാണ്. അവിടെ നമ്മൾ വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നു കേട്ടോ. കാർത്തിക്കിൽ അവിടെ പോയി ലേസും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. കാരണം നമ്മൾ രാവിലെ കുറച്ച് ലൈറ്റായിട്ട് സ്നാക്സൊക്കെയാണ് കഴിച്ചത്, ഫുഡ് വരെ കഴിച്ചില്ല. ഇപ്പം ക്യാരറ്റ് കഴിച്ചായിരുന്നു. ക്യാരറ്റ് അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ ലേസ് മേടിച്ച എല്ലാം സ്നാക്സാണ്, ജങ്ക് ഫുഡാണ് കഴിക്കുന്നത്. നല്ല ഫുഡ് കഴിക്കാനൊരു നല്ല ലൊക്കാലിറ്റി എത്തിയില്ല. സ്റ്റൊമക്കിന് പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിച്ചാണ് അങ്ങനെയുള്ള ഇതാകുമ്പോഴത്തേക്ക് പാക്ക്ഡ് ഫുഡ് ആകുമ്പോഴത്തേക്ക് പ്രശ്നം വരത്തില്ല. പക്ഷേ കൂടുതൽ ഇത് ആരും പ്രിഫറബിൾ അല്ല, കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല സൈഡിലൂടെ അങ്ങോട്ട് നടന്നു പോകണ്ടേ. അവിടെ അപ്പുറ സൈഡിൽ നിന്നാണെങ്കിലേ ഒരു അയ്യപ്പ ഭക്തി ഗാനം കേൾക്കുന്നു, നല്ല രസമുണ്ട് കേൾക്കാൻ ഇവിടെ നടന്നു പോകുമ്പോൾ. ആണ്ടെ ഇതാണ് ആ വാട്ടർഫാൾ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ വന്നത്. കൊള്ളാം, നല്ല ഹൈറ്റിൽ താഴോട്ട് പോകുന്നു. ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുക. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് അല്ലയോ കാണുന്നത്? ലാസ്റ്റ് പോയിന്റ് സ്ട്രോബെറി തോട്ടം. അത് നമ്മുടെ വില്ലേജ് ഏരിയയിലാണ്. കണ്ടേ, അങ്ങനെ ഫസ്റ്റ് ടൈമാണ് സ്ട്രോബെറി തോട്ടം കാണുന്നത്. വീഡിയോയ്ക്കകത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇപ്പം നേരിട്ടും കണ്ട്. കണ്ടേ, ഇവിടെ അത് മാത്രമല്ല ഫ്ലവർ പൂക്കളുണ്ട് കേട്ടോ കുറേ. ഇവിടെ റാഡിഷും ക്യാരറ്റ് നിൽപ്പുണ്ട്. ഇത് റാഡിഷാണ്, ആ സൈഡിൽ ക്യാരറ്റൊക്കെ നിൽപ്പുണ്ട്. ഇത് സൂര്യകാന്തിയാന്ന് തോന്നുന്നു. ഇതാണ് സ്ട്രോബെറിയുടെ ചെടി. കായൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ കായുണ്ട്. ആ താണ്ട് നിൽക്കുന്നു. എവിടെ ഉണ്ട്? താണ്ടേ ഇതാണ് സ്ട്രോബെറി. കിലോ 600 രൂപയാണ്, ബോക്സിന് 150 രൂപ വില. സ്ട്രോബെറി അങ്ങനെ നമ്മൾ സ്ട്രോബെറി തോട്ടം കണ്ട്. ഞാൻ പറഞ്ഞില്ല സൂര്യകാന്തി അവിടെ നിന്ന് സൂര്യകാന്തിക്കകത്ത് പൂ പിടിച്ചിരിക്കുന്നു ഇപ്പുറത്തേക്കുന്നതിനകത്ത്. ഇതാണൊരു ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ്. സ്ട്രോബെറി ജാം അവൈലബിൾ, വൈനും ഉണ്ട്. വൈനെന്തി എങ്ങനെയുണ്ട്? ഇതെങ്ങനെ ലിറ്റർ വരുന്നത്? ഇപ്പൊ നമ്മുടെ അണ്ണൻവാഴ ശ്രീരാജും കാർത്തിക്കും വൈൻ മേടിച്ചേക്കും കേട്ടോ. സ്ട്രോബെറി വൈൻ ഉണ്ട്, നിങ്ങൾക്ക് സ്ട്രോബെറി മേടിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഒറ്റ വ്ലോഗിനകത്ത് 2 കാര്യം നടക്കും. അങ്ങനെ നമ്മൾ ജിപ്പ് സഫാരിയെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. മോനും അണ്ണൻവാഴയും എല്ലാവരും ഉണ്ട്. മോനുവിൻ്റെ കൂടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. കൂടെ പഠിക്കുന്നതാണല്ലേ. അപ്പോൾ അവരും ഞങ്ങളെല്ലാവരും ഇറങ്ങാറായി. നമ്മുടെ അബീത് ബ്രോ ഇവിടെ ഉണ്ട്, അൽഖലാഗാരൻ. ഇപ്പം എല്ലാവരും ഇവിടേക്ക് നമ്മളങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ ഈ ടീം ഫുൾ ഇറങ്ങുകയാണ് ഇവിടെ നിന്ന്. ഈ ഒരു 3-3:15 അല്ലേ? 6 മണിയായോ? അവർക്ക് ട്രെയിനുണ്ട് 1 മണിക്ക് എറണാകുളത്ത് നിന്ന്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ബസ് കിട്ടും കേട്ടോ എറണാകുളത്തേക്ക്. അപ്പം ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്. ഇനി പ്ലാൻ എന്തുവാന്ന് പോകുന്ന വഴി തീരുമാനിക്കാം. ഓക്കെ അണ്ണ അങ്ങോട്ട് വരുമല്ലേ? അടിപൊളിയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ പറ്റും, അടിപൊളി ഫ്ലാഷൻ ഫ്രൂട്ട് കിട്ടും കേട്ടോ. നമ്മളവിടെ കിട്ടുന്നതല്ല, സൂപ്പർ സാധനമാണ്. അപ്പോൾ തിന്നില്ലെങ്കിൽ കിട്ടാൻ നല്ല രസമാണ്. അപ്പോൾ അജീഷണം പോയി അതിൻ്റെ വള്ളി എടുത്തിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരക്കാട്ട് വീട്ടിൽ
പുതിയ അധ്യായങ്ങൾ ഫ്ലാഷൻ ഫ്രൂട്ടിൻ്റെ. ഇപ്പം നമ്മൾ നമ്മുടെ ഈ സ്ഥലം വിടുകയാണ്. രക്ഷയില്ലാത്ത പ്ലേസാണ്. അപ്പോൾ ബൈ. ഞങ്ങൾ നമ്മളെ വണ്ടി ഇട്ടിരുന്നിടത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം ബാക്കിയുള്ള പ്ലാനുകളും കാര്യങ്ങളും പറയാം. ഇതുവരെ ഒന്നും പ്ലാനില്ല. ഞങ്ങൾ 3 ദിവസത്തേക്ക് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ വന്നേ. ബട്ട് ഞങ്ങൾ 2 ദിവസം നിന്ന് കാര്യങ്ങളെല്ലാം കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളവിടെ ഇറങ്ങുക. അങ്ങനെ നമ്മളവിടെ എത്തി. മൂന്നാറില് നമ്മളെ വ്യൂ പോയിന്റിലെത്തി, ടോപ്പ് ഹിൽ സ്റ്റേഷനിലെത്തി. ഭയങ്കര ബ്ലോക്ക്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകുന്നു. ഓക്കെ, ഞങ്ങൾ ഗ്യാപ്പ് റോഡിലെത്തി കേട്ടോ. ഞങ്ങൾ മൂന്നാറിൽ നിന്ന് നേരെ കൊടൈക്കനാൽ പോകണമെന്ന് വിചാരിച്ചാൽ പിന്നെ വേണ്ടെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാർ രാത്രി വിഷ്വൽ. നല്ല രസമുണ്ട് കാണാൻ. അതിനോടൊപ്പം തന്നെ ഒരു പൂർണ്ണ ചന്ദ്രനെ കണ്ടോ, നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ മൊബൈലിൽ കിട്ടുന്നില്ല. അല്ല S23 അൾട്ര ആയിരുന്നു നമുക്ക് സൂം ചെയ്തെടുക്കായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടന്റ് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഇനി വീട്ടിലോട്ടാണ്. നമ്മളെ അണ്ണൻ വാഴ ഇറക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ എല്ലാവർക്കും അവിടെ ചെന്നിട്ട് കാണാം.